വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന് ജെറമിയ 29:6 പറയുന്നു. ജീവന്റെ മഹത്വം വിളിച്ചോതുന്ന കൃപയുടെ വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ കൃപയുടെ വഴിയിൽ നമ്മോട് മനസ്സു തുറക്കുന്നത് പാല രാമപുരം സ്വദേശികളായ ജോ ജെറിൻ ദമ്പതികളാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക്. മക്കളുടെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ച ദമ്പതികളാണ് നിങ്ങൾ. ഒരാണും 5 പെണ്ണും. ഒരു വലിയ കുടുംബത്തിന്റെ നാഥനും നാഥയും എന്ന നിലയിൽ നിങ്ങൾക്കിപ്പോ എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നു, അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റ മകളായിട്ട് ജനിച്ചു വളർന്ന സാഹചര്യം എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എന്റെ കസിൻസിലൊക്കെ ഒത്തിരി മക്കളുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നു, എനിക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അവര് തമ്മിൽ പോലും നമ്മൾ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവരോട് തന്നെ അസൂയ തോന്നാറുണ്ട്. കാരണം എന്റെ നഷ്ടപ്പെട്ട ബാല്യത്തെ ഓർത്ത്. ഒരു വലിയ കുടുംബത്തിന്റെ അപ്പനായി തീരണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണോ, അതോ വിവാഹത്തിന് ശേഷം എന്തെങ്കിലും പ്രചോദനം അങ്ങനെ കിട്ടിയതാണോ? ഞങ്ങള് 2 മക്കളാണ്. എൻ്റെ മൂത്തയൊരു പെങ്ങള്. എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്ന് പറയാം. അത് കണ്ട ചില വൈദികർ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു, അവിടുത്തെ വൈദികര് ഇത് കണ്ട് എന്നെ ഉപദേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രത്യേകിച്ച് ഫാദർ ജെറാർഡ് തേവലശ്ശേരി, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞിരുന്നു, നീ ഈ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് 4 പിള്ളേരെങ്കിലും മിനിമം ഉണ്ടാകണം എന്നുള്ളൊരു ഉപദേശം എനിക്ക് തന്നിരുന്നു. അത് ഞാൻ ഉൾക്കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് തൊട്ടേ ഒരു ആഗ്രഹം മനസ്സിൽ കിടന്നതാണ്. പിന്നെ 4, അത് 6 അതില് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. വിവാഹം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ ഒറ്റ മോളായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു കൊച്ചും കൂടി എങ്കിലും, അതായത് 2 പേരെങ്കിലും വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വിവാഹത്തിന്റെ സമയമായി ഭർത്താവിന് ജോയോട് ഒക്കെയുള്ള ഞങ്ങൾ തമ്മിലുള്ള ഒരു സംസാരത്തിൽ അത് 4 വേണം എന്നുള്ള ആഗ്രഹം ജോ പ്രകടിപ്പിച്ചു. പിന്നെ എന്റെ മൂത്ത കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളൊരു ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു. ആ ധ്യാനത്തില് അന്ന് ആന്റണി തേക്കാനത്തച്ഛൻ ധ്യാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ ഒരു ദമ്പതികൾക്ക് മിനിമം 4 കുഞ്ഞുങ്ങൾ വേണമെന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു സെന്റൻസ് അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി ജോയുടെ മുഖത്തേക്ക്. ആ മുഖത്തുണ്ടായ ഒരു തെളിമ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് തന്നെ കണ്ടോ അച്ഛൻ പറഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം, അതൊരു പ്രചോദനമായിരുന്നു എനിക്ക് കൂടുതൽ മക്കള് വേണം എന്നുള്ളതിന്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങള് ഒറ്റമക്കളും 2 പേരൊക്കെ ആയിരുന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളാകണമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത്ര നാൾ കഴിഞ്ഞ് മതി എന്നൊരിക്കലും പ്ലാൻ ചെയ്തിരുന്നില്ല. അപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതായപ്പോ ഞങ്ങള് ചെക്കപ്പിന് പോയി. 2 പേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. ഒരു 2 മാസം ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയി. ഈ ഡോക്ടേഴ്സിന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര വിഷമമായി. അന്ന് എന്റെ അമ്മ ധൈര്യം തന്നു, മക്കളെ ദൈവം യോജിപ്പിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ്. ആ ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരാത്തതൊന്നുമില്ല. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്തു. 2 മാസം ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല.
അപ്പോൾ തീരുമാനിച്ചു ട്രീറ്റ്മെന്റ് വേണ്ട, ഇനി പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു 3 മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. അന്ന് ആ ഡോക്ടർ പറഞ്ഞു, ചെക്കപ്പ് ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കൊച്ച് എന്ന് പറയുന്ന ഒരു മഹാത്ഭുതമാണ്. നിങ്ങൾ ആ കുഞ്ഞിനെ വളരെ സൂക്ഷിച്ച്, അതായത് ഇനി അത് നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചു വേണം എന്ന് പറഞ്ഞു. ഇന്ന് ദൈവം അതാ പറയാൻ, മനുഷ്യന് അസാധ്യം ദൈവത്താൽ സാധ്യം. ഇന്ന് 6 കുഞ്ഞുങ്ങള്, 7ാമതൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ അത് 3 മാസം ആയപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും 6 കുഞ്ഞുങ്ങളെ ജന്മം നൽകി വളർത്താൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി എന്ന് തന്നെ പറയണം. ദൈവം എനിക്ക് കഴിവില്ലാഞ്ഞിട്ടും ദൈവം തന്നതാണ് എനിക്ക് 6 കുഞ്ഞുങ്ങളെ. ആ സന്തോഷം, ഇതെല്ലാം ദൈവം തന്നതാ. അപ്പൊ അത് എന്റെ തീരുമാനത്തിൽ അത് നിർത്തരുതെന്ന് ഞങ്ങൾക്ക് 2 കൂട്ടുകാർക്കും അതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് ഇടങ്കോലിടരുത് എന്നൊരു തീരുമാനം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ജെറിനെ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ ജോസഫാത്ത ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താം, പക്ഷേ അതിന് ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഈ മുടക്കുന്നതിന്റെ എല്ലാ അവസാനമായിട്ട് കാര്യങ്ങൾ സക്സസ് ആകണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇത് നിർത്തിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കാമെന്ന്. അനുപാതം വളരെ കുറഞ്ഞു വരുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ സാധാരണ കേൾക്കാറുള്ളത്. അതിൽ അല്പം കൂടി ആശ്വാസം തരുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പെൺഭ്രൂണഹത്യ കൂടാൻ കാരണം അവരുടെ മാതാപിതാക്കൾക്ക് അതിനോടുള്ള ഉത്കണ്ഠ മൂലമാണ്. അപ്പൊ 5 പെൺമക്കളുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 5 പെൺകുഞ്ഞുങ്ങൾ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. കാരണം നമ്മളെപ്പോഴും പെൺകുഞ്ഞുങ്ങൾക്ക് കാരണം കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അവർക്കുണ്ടാക്കേണ്ട സ്ത്രീധനം, അവരെ വളർത്തി എന്നും നമുക്കതൊരു എക്സ്പെൻസ് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഒരിക്കലും കുഞ്ഞുങ്ങൾ നമുക്കൊരു ബാധ്യതയല്ല, അത് പെണ്ണായാലും ആണായാലും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമുക്ക് ഒരു കുഞ്ഞിനെ തരുമ്പോൾ അതിന് വേണ്ടത് ദൈവം ഒരുക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. അത് അതിന്റെ ആ കാലമാകുമ്പോൾ, അതിന്റെ കറക്റ്റ് സമയമാകുമ്പോൾ ദൈവം നമുക്ക് തരും. ഒരിക്കലും എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനൊരിക്കലും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അതിന് വേണ്ട കാര്യങ്ങൾ അപ്പോ ദൈവം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഒരിക്കൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചതിന്റെ പേരിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു. അത് മറിച്ച് വിൽക്കാൻ സമയത്തിന് സാധിച്ചില്ല. അതാ ഞാൻ പറയുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയാം. എല്ലാം നമ്മൾ കണക്ക് കൂട്ടും, ഇത്ര കാലം കഴിയുമ്പോൾ ഇന്നത് ചെയ്യാമെന്ന്. പക്ഷെ ആ കാലം നമ്മളല്ല, ദൈവമാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആ സ്ഥലം വാങ്ങിച്ചത് ഒരു 6 മാസത്തിനുള്ളിൽ അത് മറിച്ച് വിൽക്കാമെന്നുള്ള കണക്കൂട്ടലോടുകൂടിയാണ്. ഒരുപക്ഷെ അന്നേ ദൈവം ചിരിച്ചിട്ടുണ്ടാവും, ഇവള് കണക്കൂട്ടുന്ന പോലെ അല്ല സംഭവിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട്. ഞങ്ങൾ വാങ്ങിച്ചു. 1 മാസത്തിനകം ഞങ്ങൾ അവിടുത്തെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മറിച്ച് വിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് നമ്മൾ അനുഭവിച്ചു. പക്ഷെ ആ കാലത്ത് നമുക്കൊരു വീട് മാറേണ്ടി വന്നപ്പോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങോട്ട്, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു ആന്റിയാണ്, ആ ആന്റി ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് വീട് മാറാൻ എത്ര പൈസയാ വേണ്ടത്, ഞാൻ തരാം. അപ്പൊ അങ്ങനെ ഒരു ഓഫർ. ഞാൻ പറയുന്നത് എന്നും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയണം എന്നല്ല, പക്ഷെ നമ്മളുടെ ബുദ്ധിമുട്ടിൽ ദൈവം നമുക്ക് സഹായിക്കാൻ ആൾക്കാർ തരാം. അത് തന്നെയാണ് വിവാഹം എന്ന കൂദാശ ആശീർവദിക്കുമ്പോഴും ദൈവം അച്ഛൻ എന്റെ ആ പ്രാർത്ഥനയിൽ ഇതാണുള്ളത്, നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളെ സഹായിക്കാൻ അനേകം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ്. ആ ആശീർവാദത്തിന്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ എന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണമെന്നല്ല. ആ സമയത്ത് കൃത്യമാണ്, അത് അന്യരാണ്, അല്ലാതെ എന്റെ ബന്ധുക്കളോ ഒന്നുമല്ല. ആ വേദന കണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഓഫർ ഞാൻ തരാം, അത് ഞങ്ങളുടെ സ്ഥലം വിറ്റ് നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കുന്നത് വരെ
ഒരു ദിവസം പോലും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ തരുമോ, എന്ന് തരൂ എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് അതിന്റെ ഇത് പറയുന്ന വെച്ചാൽ നമുക്ക് സാധാരണ നമുക്കറിയാം, നമ്മളൊരാളോട് ഒരു കടം ചോദിച്ചാൽ പിറ്റേ ദിവസം മുതൽ ആ ആൾ കഴിയുന്നത് നമ്മളെ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഈ സാഹചര്യത്തിൽ നമ്മളെ ഇങ്ങോട്ട് ഓഫർ ചെയ്യാൻ ആളുണ്ടായി. നമ്മളെ ഒരിക്കലും അവരൊരു ഭാരപ്പെടുത്തിയിട്ടില്ല. ഇത് ദൈവം അവർക്ക് കൊടുക്കുന്ന മനസ്സാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഇതും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ കുഞ്ഞുങ്ങളും ഞങ്ങൾ ജന്മം നൽകുമ്പോൾ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു മൂത്ത കുഞ്ഞ് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, ഒരു കൊച്ചിനെ കിട്ടി. രണ്ടാമത്തേത് മോനാണ്. അവനെ പ്രഗ്നന്റ് ആയ സമയത്ത് കൊച്ചിന് അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡേറ്റ് ആകുന്നു, ഇൻഡ്യൂസ് ചെയ്യാം, കുഞ്ഞിന് അനക്കമില്ല, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അപ്പൊ ആ ഇതില് അന്ന് ഞങ്ങള് ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലേബർ റൂമിൽ മമ്മിക്ക് കയറാം. മമ്മി എന്റെ വയറിൽ കൈവച്ച് സ്തുതിക്കുകയും വചനം വായിച്ചുകൊണ്ട് കൊച്ചിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ വചനം വായിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹസ്ബൻഡും എന്റെ ഫാദറും മുറിയിൽ കൊന്തയെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൊച്ചു ജനിച്ചു. കൊച്ചിന് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പം ആ ഒരു രീതിയിൽ ആ കുഞ്ഞിന് ജന്മം നൽകി. മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി ഒരു മാസം മുമ്പ്, അതായത് ഡെലിവറിക്ക് ഒരു മാസം മുമ്പ്, 2 ആഴ്ച മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 1.5 കിലോയിൽ കൂടുതൽ കുഞ്ഞിന് തൂക്കം ഉണ്ടാവില്ല. ഇത് ബാംഗ്ലൂർ സ്കാൻ ചെയ്തപ്പോഴും പറഞ്ഞു. തിരിച്ച് ഞാൻ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നു. അപ്പൊ അവരും രണ്ടാമത് സ്കാൻ ചെയ്തു. അപ്പോഴും പറഞ്ഞു 1.5 കിലോയിൽ കൂടുതൽ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞു കൊച്ചിന് 3.1 ആയിരുന്നു. ഇതും കാണിക്കുന്നത് മനുഷ്യനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. നമ്മൾ സ്കാൻ ചെയ്യുകയോ ഡോക്ടർ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ, അനക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് വളർച്ചയില്ല, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ പേരിൽ മനുഷ്യർ അബോർഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ദൈവത്തിന്റെ തീരുമാനമല്ല. ദൈവം എന്ത് പ്രവർത്തിക്കാൻ, ഒരു പക്ഷെ ആ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ അത് പൂർണ്ണതയെത്തും, അത് ദൈവത്തിന്റെ മഹത്വം കാണിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം. പക്ഷെ നമ്മൾ അതിൽ ഇടയ്ക്കിട്ട് തീരുമാനം എടുക്കും, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, കഴിഞ്ഞും ഈ കുഞ്ഞിന് വളർച്ചയില്ല. നമുക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ ആ കുഞ്ഞിന് കുറവുണ്ടാവില്ല എന്ന് നമ്മൾക്ക് ഉറപ്പൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുമോ? ഓക്കെ, ഈ കുഞ്ഞിന് കൈ നഷ്ടപ്പെട്ടു, അല്ലെ കാല് നഷ്ടപ്പെട്ടു, അല്ലെ എന്തെങ്കിലും ഒരു വൈകല്യം വന്നു, ആ കുഞ്ഞിനെ നമ്മൾ ഓക്കെ കളഞ്ഞേക്കാമെന്ന് നമ്മൾ തീരുമാനിക്കില്ല. പക്ഷെ നമ്മുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ, അത് ദൈവം നമ്മളെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ്, ആ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെക്കുന്നത്. ഇങ്ങനെ ഓരോ തെറ്റിദ്ധാരണകളുടെ പേരിൽ എന്ന് ഞാൻ പറയും. കാരണം എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അങ്ങനെയാ. 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി ഒരു 7 മാസമായപ്പോ പറഞ്ഞു കുഞ്ഞിലേക്ക് ബ്ലഡ് പോകുന്നില്ല. അതിന്റെ റീസൺ ഡോക്ടർ പറഞ്ഞില്ല, അഥവാ അവർക്ക് മനസ്സിലായില്ല. അതും ദൈവം ആഗ്രഹിക്കുന്ന മാത്രമേ ദൈവം വെളിപ്പെടുത്താറുള്ളൂ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെളിപ്പെടുത്താറുമില്ല. പക്ഷെ ആ റീസൺ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ സിസേറിയൻ ചെയ്യുമായിരുന്നു. ആ 7 മാസത്തില് ബ്ലഡ് കിട്ടുന്നില്ല. ഡോക്ടർ പറഞ്ഞു വലത്തോട്ട് തിരിഞ്ഞു കിടക്കണം. പിന്നെ അവര് ഫയലിൽ എഴുതി സസ്പെക്റ്റഡ് IUGR ബേബി, യൂട്രസിലുള്ള ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള കുഞ്ഞായിരിക്കും എന്ന് അവര് സസ്പെക്ട് ചെയ്യുന്നതായിട്ട് അവര് ഫയലിലും എഴുതി. ഡെലിവറിക്ക് ഈ പറഞ്ഞ പോലെ 3 ദിവസം ഇൻഡ്യൂസ് ചെയ്തു. പെയിൻ വന്നെങ്കിലും അത് പ്രോഗ്രസ് ആയില്ല. 3-ാം ദിവസവും 3 മണിയായിട്ടും ഈ കുഞ്ഞിന് ഡെലിവറി ആവാഞ്ഞപ്പോ അവര് പറഞ്ഞു രാത്രി 8 മണിയാവട്ടെ, നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം. അപ്പൊ ഡോക്ടർ പ്ലാൻ ചെയ്തത് സിസേറിയൻ ആണ്. 3:30 കഴിഞ്ഞു. എന്റെ മമ്മി ഷാലോമിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ 3 ദിവസമായിട്ട് ഡെലിവറി ആയിട്ടില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞു. 3:45 മമ്മി തിരിച്ചു വന്നു. 4:04 ഡെലിവറി ആയി. അപ്പോ സിസേറിയൻ ഡോക്ടർ പ്ലാൻ ചെയ്തു. പക്ഷെ ദൈവം പറഞ്ഞു വേണ്ട, ഇവൾക്ക് നോർമൽ ഡെലിവറി മതി. അങ്ങനെ ആ കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ പീഡിയാട്രീഷ്യനും എല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ്. കാരണം ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള ബേബിയാണ്. അപ്പൊ അതിന്റെ കുറവുകൾ എന്തൊക്കെ എന്നറിയാൻ വേണ്ടി. പക്ഷെ എന്റെ ഫയലിൽ ഞാൻ വായിച്ചു നോ സൈൻ ഓഫ് IUGR ബേബി എന്ന് അവര് ഫൈനൽ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ എങ്ങനെ സ്വീകരിക്കണം നമുക്ക്. അപ്പൊ ആ കുഞ്ഞിന് രക്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആ ദിവസം മുതൽ ഈശോയുടെ തിരുരക്തം ആ കുഞ്ഞിലേക്ക് ഒഴുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ അമ്മ പറഞ്ഞു തന്നതാണ്. എന്നോട് പറഞ്ഞു അമ്മയുടെ രക്തമാണ് കുഞ്ഞിന് കിട്ടാത്തത്, പക്ഷെ ഈശോയുടെ ഒരു തുള്ളി രക്തം മതി ഈ കുഞ്ഞിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ. വെയിറ്റ് ഇച്ചിരി കുറവായിരുന്നു എന്നല്ലാതെ ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. 5ാമത്തെ കുഞ്ഞിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. 6ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആകുന്ന എന്റെ 38ാമത്തെ വയസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ടായിരുന്നു. കാരണം കൊച്ചിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കുഞ്ഞിന് അവര് പറഞ്ഞു യൂട്രസിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ചെക്ക് ചെയ്യാം,
കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഡോക്ടർ സുമ ജിൽസന്റെ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ടെസ്റ്റ് അതുമൂലം അബോർഷൻ ഉണ്ടാവാം. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഇത് ചെയ്യുന്നതിന്റെ പേരിൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല, ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ട, കാരണം അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞ് നോർമൽ ആണെന്ന് എനിക്ക് പ്രസവിക്കുന്ന ആ നിമിഷം വരെ എനിക്ക് ഇത് ചെയ്യാം. പിന്നെ കുറവുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയും ദൈവത്തിനോട് എനിക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പം മുതലേ ടെൻഷൻ അടിക്കണ്ട, കാരണം പലപ്പോഴും കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറവുകളില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാനാണ് ദൈവം എനിക്ക് അനുഗ്രഹം തന്നത്. അപ്പൊ ഇതറിഞ്ഞ് ഞാനൊരു ടെൻഷനുള്ള കാര്യം ചോദിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. 6ാമത്തെ കുഞ്ഞും വളരെ നോർമലായിട്ട് പ്രസവിച്ചു, ഒരു പ്രശ്നവും. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാരും പറയും 35-36 വയസ്സിന് ശേഷം ഒരു കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ നോക്കിയിട്ട് എന്റെ 6 കുഞ്ഞുങ്ങളിൽ ഏറ്റവും മിടുക്കി ഏറ്റവും ഇളയുള്ള. കാരണം അവൾക്ക് അവളുടെ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയാൻ, പഠിക്കാനാണെങ്കിൽ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പഠിക്കാൻ പറയാനും എല്ലാ കാര്യങ്ങൾക്കും അവൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് ഞങ്ങൾ നോട്ട് ചെയ്യാറുണ്ട്. ആറ് കുഞ്ഞുങ്ങൾക്ക് ശേഷം 7ാമത് ഞാൻ പ്രഗ്നന്റ് ആയി. ആ കുഞ്ഞ് പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആക്ച്വലി എന്നോട് 1 മാസം കഴിഞ്ഞപ്പോ എന്റെ മൂത്ത കുട്ടി പറഞ്ഞു, അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞാവുണ്ട് കേട്ടോ എന്ന്. പക്ഷെ ഞാനത് അത്ര പക്ഷെ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കും 3 മാസത്തിൽ ആ കുഞ്ഞ് അബോർഷനായി പോയി. ആ അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിബിൾ ബ്ലീഡിങ്. ആ ബ്ലീഡിങ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ മരണത്തിന്റെ വക്ക് വരെ എത്തി. പക്ഷെ എനിക്ക് തോന്നുന്നു ആ 6 കുഞ്ഞുങ്ങൾക്ക് അമ്മ ആവശ്യമാണെന്നുള്ള ദൈവത്തിന്റെ അവരുടെ കരച്ചിലായിരിക്കാം, അവരുടെ പ്രാർത്ഥനയായിരിക്കാം എന്റെ ദൈവം തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കൂടുതലും ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്രയും ആത്മാർത്ഥതയിലും തീവ്രതയിലും വേറെ ആരും പ്രാർത്ഥിക്കില്ല. ആ ഒരു ഇതില് എന്റെ 6 കുഞ്ഞുങ്ങളെ പള്ളിയിൽ കുർബാനയ്ക്ക് വിട്ടിട്ടാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ആ പല സമയത്തും എന്റെ ഓർമ്മ മറഞ്ഞു പോകുന്നതായിട്ട് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആ മറയുന്ന സമയത്ത് ഞാൻ ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് അപേക്ഷിക്കും, എന്റെ ഓർമ്മ തിരിച്ചു വരുന്ന എനിക്കറിയാം. ഞാൻ ആ മരണത്തിന്റെ വക്കിലെത്തി കുപ്പി കണക്കിന് ബ്ലഡ് പോയ സ്ഥാനത്ത് ഒരു തുള്ളി ബ്ലഡ് കയറ്റേണ്ടി വരാതെ, ഒരു നിമിഷം ഓർമ്മ മറയാതെ എന്നെ ദൈവം കാത്തു. അപ്പൊ അതാണ് ദൈവത്തിന്റെ സംരക്ഷണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ല ദൈവം തരുന്നത്. നമ്മൾ പറയും, പലരും ഈ 2 കുഞ്ഞ് മതി എന്ന് തീരുമാനിക്കുന്നത് പൈസ ചെലവ് ഇതിനെ സംബന്ധിച്ചാണ്. ഈ 2 കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ചെലവ്, വളർത്താനുള്ള ബുദ്ധിമുട്ട് നമ്മൾ എന്തിനു വേണ്ടിയാ? കാരണം ദൈവം പോലും പറയുന്നു, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന്. ഈ സമ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവം തരുന്ന ദാനം, മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനം. ദൈവം തരുന്ന സമ്മാനത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടിനെ സമ്പത്ത് വേണ്ടെന്നല്ല, മനുഷ്യർക്ക് എല്ലാവർക്കും സമ്പത്ത് ആവശ്യമാണ്. ഒരിക്കലും ഞാൻ സമ്പത്തിനെതിരല്ല. പക്ഷെ ആ സമ്പത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ ദാനത്തെയും സമ്മാനത്തെയും വേണ്ടെന്ന് വെക്കണം. പെൺകുട്ടികൾ ഇന്ന് ഒത്തിരി അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ 5 പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ പെൺമക്കളെ അവരുടെ അമ്മ പല കാര്യങ്ങളിലും ഉപദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് വലുതാകുന്നവരെ ജെറിൻ്റെ അമ്മ എങ്ങനെ ഉപദേശിച്ചിട്ട് കാണും, ആ ഒരു രീതിയിൽ എന്തെല്ലാം വെല്ലുവിളികൾ ലോകത്തിൽ കാണാനുണ്ട്, സ്കൂളിൽ കാണാനുണ്ട്, വഴിയിൽ കാണാനുണ്ട് എന്നുള്ള അത് ജെറിൻ പഠിച്ചത് ജെറിൻ
ജെറിൻ്റെ പെമ്മക്കളിലേക്ക് അഡ്വൈസ്, ഉപദേശം കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുക, ദൈവത്തെ ആശ്രയിക്കുക, ഒരൊറ്റ പിന്നെ പിള്ളേരെ പ്രാർത്ഥനയിൽ വളർത്തുക. ആ ഒരു രീതിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഡോക്ടർ ആവണം, നേഴ്സ് ആവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, ഒരു കളക്ടർ ആവണം എന്ന് ഒരിക്കലും പറയാറില്ല. നിങ്ങളുടെ ആഗ്രഹം എന്തെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ അവരോട് ഞാൻ ഒരിക്കലും ഒന്നേ ആവശ്യപ്പെടാറുള്ളൂ, നിങ്ങൾ ദൈവത്തിന്റെ ആയിരിക്കണം. ദൈവത്തിന്റെ ആണെങ്കിൽ ദൈവം നിങ്ങളെ കാക്കും. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോയാലും ഇനി ഒന്നും ആകാൻ സാധിച്ചില്ലെങ്കിലും ദൈവം കാക്കും. കാരണം നമുക്ക് തന്നെ അറിയാം, 1ഉം 2ഉം കുഞ്ഞുങ്ങളുള്ളെങ്കിൽ പോലും പലപ്പോഴും ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും നമ്മളുടെ അപ്പനും അമ്മയും നമ്മളെപ്പറ്റി എന്ത് സ്വപ്നം കണ്ടോ ആ സ്വപ്നത്തിനൊപ്പം നമ്മളെ ആയിട്ടുണ്ടാവാം, അതിന് മേലെ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് ദൈവത്തിനറിയാം നീ നാളെ എന്താകും. അതുകൊണ്ട് നീ നിന്റെ ജീവിതം, നിന്റെ ഭാവി ജീവിതം നീ ദൈവത്തിൽ അർപ്പിക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ലോകത്തിലെ ഒരു ഇതിലും പോകണ്ട. കാരണം ഒരാള് പോലും നമുക്ക് നമ്മുടെ മരണം വരെ നമ്മളോടുകൂടി വിശ്വസ്തരായിട്ടുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആഗ്രഹിച്ചാൽ പോലും മാതാപിതാക്കൾ ഉണ്ടാവില്ല. കാരണം ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് ദൈവം വിളിക്കുന്ന നിമിഷം നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ ആ ഒരു ഇതില് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവം. അത് നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ട്, നമ്മളോട് വിശ്വസ്തനുമായിരിക്കും. ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് തോന്നും, കാരണം നമ്മളുടെ ആഗ്രഹങ്ങളും മറ്റൊന്നാകുമ്പോൾ. പക്ഷെ ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പിന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ മിടുക്കൊണ്ടോ നമ്മൾ വളർത്താമെന്ന് വിചാരിച്ചിട്ടോ അല്ല. ആ രീതിയിൽ വരുമ്പോൾ എപ്പോഴും ദൈവം കൂട്ടുണ്ടാവും. കഷ്ടതകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവമുണ്ട്. ആ ഒരു വിശ്വാസം നമുക്ക് ഒത്തിരി ബലം നൽകും. ആ ഒരു വിശ്വാസം ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുള്ളൂ. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീ സ്വാതന്ത്ര്യം. അതിന്റെ ഗുണവും ദോഷവും ഇന്ന് സമൂഹത്തിൽ ഒത്തിരി അധികം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ 5 പെൺമക്കളുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? ഒന്നാമത്തെ കാര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം, ഇതെല്ലാം നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷെ സ്ത്രീ ഒരിക്കലും പുരുഷനൊപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈക്വൽ അവർക്ക് പഠിപ്പിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു തിരിച്ചു വ്യത്യാസം കുടുംബത്തിൽ കൊടുക്കണം എന്നല്ല ഞാൻ ചെയ്യണമെന്നല്ല പറയണത്. പക്ഷെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ സ്ത്രീ എപ്പോഴും പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കാനാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ സ്ത്രീ പുരുഷന് വിധേയമായിട്ട് തന്നെ ജീവിക്കുക, എന്നാലാണ് നമ്മുടെ ജീവിതം സുഗമമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പോ പലപ്പോഴും നമ്മൾ ഈ സമത്വം എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്നൊരു ചിന്ത മക്കളിൽ വളർത്തുന്നത് കൊണ്ടാണ് ഇന്ന് പല വിവാഹമോചനങ്ങളും വളരെ നിസ്സാരം കാര്യങ്ങളിലാണ് ഇന്ന് വിവാഹമോചനങ്ങൾ നടക്കുന്നത്. അത് എനിക്ക് കിട്ടണത് കിട്ടില്ല. ഒരുപക്ഷെ ഞാൻ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പൈസയുണ്ട്, ഞാൻ എന്തിന് ഈ മനുഷ്യൻ പറയുന്നതനുസരിച്ച് ഈ മനുഷ്യന്റെ കീഴിൽ നിൽക്കണം എന്നൊരു ചിന്ത, ഒരു തെറ്റായ മെസ്സേജ് ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു വാക്കിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആൺകുഞ്ഞ് വലുതാണ് പെൺകുഞ്ഞ് ചെറുതാണ് ആ രീതിയിൽ വളർത്തരുത്. അതാണ് സ്ത്രീ സമത്വം നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. നമുക്ക് തിരിച്ചു വ്യത്യാസം പാടില്ല. അതല്ലെങ്കിൽ ആണുങ്ങൾക്ക് എന്തും ആകാം പെണ്ണുങ്ങൾക്ക് ആയിക്കൂടാ അതല്ല. പക്ഷെ സ്ത്രീക്കാണ് എളിമ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മരിച്ചത് കന്യാമാതാവിന്റെ വളരെ വലിയൊരു ഗുണമായിട്ട് നമ്മൾ പറയുന്ന എളിമയാണ്. ആ പറയുന്ന നമ്മൾക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇത് പറയുമ്പോൾ ഇത് ശരിയല്ലേ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ എന്ന് ചിന്തിക്കാൻ നമുക്ക്, അപ്പം ഞാൻ വലിയ ആളായി. പക്ഷെ ആ ഒരു ഇത് നമ്മൾ മെസ്സേജാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും കൊടുക്കുന്നത്. കാരണം പെൺകുഞ്ഞുങ്ങളാണ്, ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ജീവിതത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയതല്ല, നമ്മൾ ചെറുതാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ വലിയ ആളാണെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ ആണുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ അംഗീകരിച്ചില്ല, മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചില്ല. സ്നേഹം നമുക്ക് ആഗ്രഹം അതാണ്, പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു കാര്യവും പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. സ്നേഹമായാലും അംഗീകാരമായാലും അത് നമ്മളുടെ സ്വഭാവത്തിന്റെ എളിമ കൊണ്ടും നന്മ കൊണ്ടും നമുക്കത് മറ്റുള്ളവർ തരണം. അതാണ് ഞാൻ പലപ്പോഴും എനിക്ക് എന്റെ പേരൻസ് തന്ന ആ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ എന്റെ മക്കൾക്ക്. ഇപ്പോൾ ഞാൻ ഒരു തെറ്റായ രീതിയിലല്ല പറയണം, പലപ്പോഴും ഞാൻ ഒറ്റ മോളായിട്ട് വളർന്നുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്,
എന്റെ വീട്ടിൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ അപ്പൻ എന്നും എന്നെ ഉപദേശിച്ചിരുന്നത് ഇങ്ങനെയാണ്: ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം. അതാണ് നമ്മുടെ കുടുംബജീവിതം മുമ്പോട്ട് പോകണം. പക്ഷെ ഇന്ന് പലപ്പോഴും എനിക്ക് എന്റെ പരിചയത്തിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ മോളിത് സഹിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എന്റെ മോൻ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം സഹിക്കണം, അല്ലെങ്കിൽ ഈ സ്ത്രീ ഇവന് ചേർന്നതല്ല. ഇത് വിവാഹം കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അതല്ല. അതുപോലെ തന്നെ നമ്മൾ വിവാഹാലോചനകൾ നടത്തുമ്പോൾ നമ്മൾ പൈസയുടെയും ജോലിയുടെയും പുറകിലാണ്. എന്റെ ഒരു അഭിപ്രായം ചോദിക്കണല്ലോ, ഞാൻ ഇന്ന് വരെ എന്റെ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ്. ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ജീവിക്കാനുള്ള വകയുണ്ടെങ്കിൽ, ഞാൻ ലക്ഷറി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സാമാന്യം ഭേദപ്പെട്ട് ജീവിക്കാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അമ്മമാരെന്തിന് ജോലി ചെയ്യണം? ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? നമ്മൾ ഒരു ഡേ കെയറിലോ മറ്റുള്ളവരെ വേലക്കാരെയോ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് പോയി സമ്പാദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഒറ്റ മോള് അപ്പനും അമ്മയും ജോലിക്ക് പോയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. രാത്രി 8 മണിക്ക് വരെ ഈ ജോലിക്കാരത്തി വീടിന്റെ വാതിക്കായിരിക്കും, കൊച്ചു റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുണ്ട്. കാരണം ഈ ലക്ഷങ്ങൾ ഈ മോൾക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി ടോയ്സ് അവർ വാങ്ങും, ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങും, ഇഷ്ടംപോലെ സ്വർണം വാങ്ങുമായിരിക്കും. പക്ഷെ അതൊന്നും വെച്ച് ഈ കുഞ്ഞിന് കളിക്കാൻ പറ്റില്ല, ഈ കുഞ്ഞിന് ഷെയർ ചെയ്യാൻ പറ്റില്ല. ടോയ്സ് വെച്ച് കളിക്കാൻ പറ്റും, പക്ഷെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇവളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഈ അപ്പനും അമ്മയും സാധിക്കുന്നില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഞാൻ പലപ്പോഴും എന്റെ മക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷൻ അതിനോടൊന്നും എനിക്കൊരിക്കലും ഒരു ഇത് തോന്നിയിട്ടില്ല. നല്ലതാണ് കാര്യം സംബന്ധിച്ചു. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു കുടുംബിനിയെ സംബന്ധിച്ച് അവളുടെ കുഞ്ഞുങ്ങളാണ് വലുത്. നമ്മൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടും, കാരണം ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ആദ്യം ചെന്നപ്പോൾ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, മോള് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പലപ്പോഴും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ജോലിക്ക് പോകാം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴും ഈ അച്ഛന്റെ ഉപദേശം എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. അച്ഛൻ ചോദിച്ചു, നന്നായി, ജോലി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ മറുപടി ഇതായിരുന്നു, നന്നായി. കാരണം നീ ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ, എന്റെ അമ്മയും ഹൗസ് വൈഫായിരുന്നു, എനിക്ക് കുഞ്ഞിലെ പറഞ്ഞു തന്നതും അങ്ങനെയാണ്. പക്ഷെ ഞാൻ ജോലിക്ക് പോയി, കുഞ്ഞുങ്ങളായപ്പോ എനിക്ക് തോന്നി, ഇനി നമ്മൾക്ക് ജോലിക്ക് പോയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ആകുന്ന രീതിയിൽ ബാക്കി ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപയോടുകൂടി, കാരണം നമുക്ക് തന്നെ വിചാരിച്ചാൽ ഒരു കുഞ്ഞിനെ പോലും വളർത്താനുള്ള കഴിവ് നമുക്ക് ആർക്കും ഇല്ല. ഈ 6 കുഞ്ഞുങ്ങളുള്ളപ്പം വലിയൊരു ഉത്തരവാദിത്തമാണ്, അത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സഹായത്തോടു കൂടി, കാരണം ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, നമ്മുടെ കൈ ദൈവത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് ഞങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയി എന്ന് ഇന്നുവരെ തോന്നിയിട്ടില്ല. സമൂഹത്തിലെ പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും വളരെ പക്വതയാർന്ന മറുപടിയാണ്, സന്ദേശമാണ് ഈ കുടുംബം നമ്മളോടായി പങ്കുവച്ചത്. ഒരു കുടുംബമാകാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രയോജനകരമായി തീരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കൃപയുടെ വഴി ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.